കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഷിബിലയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി യാസിറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. കത്തി വാങ്ങിയ കൈതപ്പൊയിൽ അങ്ങാടി, കൊലപാതകം നടന്ന ഈങ്ങാപ്പുഴയിലെ വീട് എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കാറിൽ ഇന്ധനം നിറച്ച എസ്റ്റേറ്റ് മുക്കിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ തെളിവെടുപ്പ് വളരെ നിർണായകമാണ്. കാരണം ക്രൂരമായ പീഡനത്തിന് ഷിബില ഇരയായിരുന്നു. വളരെ കരുതിക്കൂട്ടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതിന്റെ സൂചനകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. ആ സാഹചര്യത്തിൽ ഇന്ന് ഏതൊക്കെ സ്ഥലങ്ങളിലായിരിക്കും ഇയാളെ കൊണ്ടുപോവുക? ഇന്നാണ് ഏറ്റവും പ്രധാനമായ തെളിവെടുപ്പുകൾ നടക്കുക എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനം ഈങ്ങാപ്പുഴയിലെ ഈ കൊലപാതകം നടന്ന വീട് തന്നെയാണ്. അവിടെ അന്ന് തന്നെ ഈ ഉച്ചയ്ക്ക് എത്തുകയും സർട്ടിഫിക്കറ്റുകൾ മറ്റുമൊക്കെ കൈമാറുകയും ചെയ്തു. അതിനുശേഷമാണ് വൈകുന്നേരം നിസ്കാരം നോമ്പ് തുറക്കുന്ന സമയത്ത് എത്തുകയും പുറത്തേക്ക് വലിച്ചിറക്കി ഷിബിലെ വെട്ടുകയും ചെയ്ത്. ഇത് ആ സമീപത്ത് തന്നെ അവരെ രക്ഷിക്കാനായി എത്തിയ പിതാവിനെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും അവിടെയുള്ള തെളിവെടുപ്പാണ് പോലീസിന് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും. കാരണം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമൊക്കെ വലിയ എതിർപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. വലിയ തോതിൽ ജനക്കൂട്ടം അവിടെ തടിച്ചു കൂടുന്നതിനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് എല്ലാ സുരക്ഷാ സന്നാഹങ്ങളുമൊക്കെ ഒരുക്കി ഉചിതമായ ഒരു സമയം നോക്കിയാവും പോലീസ് സംഘം അവിടേക്ക് പോവുക. ഒപ്പം ഈ കൈതപ്പൊയിൽ അങ്ങാടിയും ഈ വീടിന് ഏതാണ്ട് അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. അവിടെയും ഈ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് പോലീസ്. ആളുകൾ വലിയ രീതിയിൽ പ്രകോപിതരാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ലഹരി ഉപയോഗത്തെ തുടർന്നുള്ള പ്രശ്നങ്ങൾ ഈ മേഖലകളിൽ കൂടി വരുന്ന സാഹചര്യത്തിൽ തന്നെ ജനകീയ സമിതികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പല ദിവസങ്ങളിലും നൈറ്റ് മാർച്ചുകളും ഒക്കെ അവിടെ നടത്തി ജനങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ ലഹരിക്കെതിരെ ആ മേഖലകളിൽ സംഘടിക്കുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് വലിയ ഒരു പ്രതിരോധം അല്ലെങ്കിൽ വലിയൊരു പ്രകോപനം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ തന്നെയാണ് ഇപ്പോൾ സാധ്യത. ഇന്നലെ രണ്ടിടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ഒന്നും എസ്റ്റേറ്റ് മുക്കിൽ ഈ വീട്ടിൽ നിന്നും ഈ കൊലപാതകം നടത്തിയ ശേഷം പ്രതി രക്ഷപ്പെട്ടപ്പോൾ ഇന്ധനം അടിച്ച പമ്പാണ്. ആ പമ്പിൽ ഇന്നലെ തെളിവെടുപ്പ് നടത്തി. ഒപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തു നിന്നുമാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. നാട്ടുകാർ തിരിച്ചറിഞ്ഞ ശേഷം പോലീസിന് കൈമാറുകയായിരുന്നു. ആ മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തും ഇന്നലെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഒപ്പം ഈ പ്രതിയെ വിശദമായുള്ള ചോദ്യം ചെയ്യലിനും ഇന്ന് പോലീസ് തയ്യാറാവും. ഇന്നലെ കാര്യമായ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്ന രീതിയല്ല കാണിച്ചത്. ഉച്ച കഴിഞ്ഞാണ് പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചത്. അതിനുശേഷം പരിമിതമായി മാത്രമാണ് ചോദ്യം ചെയ്യാൻ അവസരം ലഭിച്ചത്. കൂടുതൽ സമയം തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾക്കായി പുറത്തായിരുന്നു. ഇന്ന് ഈ രണ്ട് തെളിവെടുപ്പുകൾ കൂടി പൂർത്തിയാക്കിയ ശേഷം വളരെ വിശദമായി തന്നെ എന്താണ് ഈ പ്രകോപനത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, ലഹരി മാഫിയകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും എപ്പോഴാണ് തെളിവെടുപ്പ് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തമായ സമയം പോലീസിൽ നിന്നും ലഭിച്ചിട്ടില്ല. ശ്രീജ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.